നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് റേഷൻ കാർഡിന്റെ സൈറ്റ് വഴി എങ്ങനെ നെയിം കറക്ഷൻ അഥവാ പേരിലെ തിരുത്തൽ എങ്ങനെ വരുത്താം എന്നതാണ്. 4 സ്റ്റെപ്പുകളിലൂടെയാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യേണ്ടത്. റേഷൻ കാർഡിന്റെ സൈറ്റിൽ പുതിയതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് സൈറ്റിൽ ലോഗിൻ ചെയ്യുക, ഇ സർവീസസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് ശരിയായ വിവരങ്ങളും രേഖകളും നൽകി അപേക്ഷ സമർപ്പിക്കുക. ഇനി എങ്ങനെയാണ് അപേക്ഷാ പ്രോസസ്സ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഗൂഗിളിന്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്ത് ഇതിൽ റേഷൻ കാർഡ് എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിലെ സിറ്റിസൺ ലോഗിൻ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന പേജിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിനായി ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ആയി വരുന്ന അടുത്ത പേജിലെ പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണോ എന്ന ഓപ്ഷനിൽ നോ എന്ന് നൽകിയതിന് ശേഷം കാർഡിൽ ഓൾറെഡി ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആധാർ നമ്പർ ആദ്യം ടൈപ്പ് ചെയ്യുക, റേഷൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഐ അഗ്രി ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം വാലിഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെയിം എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി ആരുടെ ആധാർ നമ്പർ ആണോ നൽകിയിരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ പേര് വരുന്നതാണ്. ഒരു യൂസർ ഐ ഡി ടൈപ്പ് ചെയ്ത് നൽകുക, ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ക്യാപ്ച കോഡ് നൽകിയതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഒരിക്കൽ യൂസ് ചെയ്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. പാസ്വേഡ് കൊടുക്കുമ്പോൾ അപ്പർ കേസ്, ലോവർ കേസ്, സിമ്പിൾ, നമ്പർ വരുന്ന രീതിയിൽ നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്യാപ്ച നൽകിയതിന് ശേഷം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്നുള്ള മെസ്സേജ് സ്ക്രീനിൽ ലഭിക്കുന്നതാണ്. ഓക്കെ എന്ന് കൊടുത്തതിന് ശേഷം വീണ്ടും ലഭിക്കുന്ന ഈ ഒരു ലോഗിൻ പേജിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോഗിൻ ഐ ഡിയും പാസ്വേഡും ക്യാപ്ചയും നൽകിയതിന് ശേഷം സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. സൈൻ ഇൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി റേഷൻ കാർഡിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഒരു OTP മെസ്സേജ് വരുന്നതാണ്. ഈ ഒരു OTP കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ലഭിക്കുന്ന ഈ ഒരു പേജാണ് റേഷൻ കാർഡിന്റെ ഹോം പേജ്. നമുക്കിതിൽ ചെയ്യാൻ സാധിക്കുന്ന സർവീസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഹോം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. നമ്മളിവിടെ നെയിം കറക്ഷൻ ആപ്ലിക്കേഷൻ അഥവാ പേര് തിരുത്തുന്നതിനുള്ള അപേക്ഷ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് ഏറ്റവും മുകളിലായി നൽകിയിരിക്കുന്ന ഇ സർവീസസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിലവിലെ ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപേക്ഷ തയ്യാറാക്കുക, അതിനുശേഷം സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, പ്രിവ്യൂ ചെക്ക് ചെയ്യുക, ശേഷം ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൈൻ ചെയ്ത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് ഫൈനൽ സബ്മിറ്റ് ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് നെയിം കറക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുന്നുണ്ട്. പേജിൻ്റെ താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ആ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട വ്യക്തികളുടെ പേരുകളാണ് കാണിക്കുന്നത്. ആരുടെ പേരാണോ കറക്ഷൻ ചെയ്യേണ്ടത് ആ പേരൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കറക്റ്റ് നെയിം ഇൻ മലയാളം എന്നുള്ള ഓപ്ഷനിൽ നൽകിയിരിക്കുന്ന ഈ ഒരു കീബോർഡിൻ്റെ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആയിട്ടുള്ള പേര് ഓരോ അക്ഷരങ്ങളും സെലക്ട് ചെയ്ത് നൽകുക. ശേഷം ഓക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും പേര് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മലയാളം മാത്രമാണ് തെറ്റിയിട്ടുള്ളതെങ്കിൽ ഇംഗ്ലീഷ് കറക്റ്റ് ആണെങ്കിൽ ആ ഇംഗ്ലീഷിലുള്ള പേര് കറക്റ്റായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അതിനുശേഷം റീസൺ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അച്ചടിപ്പിശക എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആയി എന്നൊരു മെസ്സേജ് വരുന്നതാണ്. ഓക്കെ കൊടുക്കുക. ഒരേ കാർഡിലെ തന്നെ ഒന്നിലധികം വ്യക്തികളുടെ പേരുകളിൽ ഇതുപോലെ നമുക്ക് ഒരേ സമയം തിരുത്തൽ വരുത്താവുന്നതാണ്. അടുത്ത പേരൊന്ന് ചൂസ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ടുള്ള പേര് വിവരങ്ങൾ നൽകി ഓക്കെ എന്ന് കൊടുത്ത് പ്രൊസീഡ് ചെയ്താൽ മതിയാകും. ഒന്നിലധികം വ്യക്തികളുടെ പേരുകൾ ഇതുപോലെ നമുക്ക് ഒരൊറ്റ സിംഗിൾ ആപ്ലിക്കേഷനായിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഞാനിവിടെ 2 വ്യക്തികളുടെ പേരിൽ തിരുത്തലാണ് വരുത്തുന്നത്. ആദ്യം മലയാളത്തിൽ കൊടുക്കുക, അതിനുശേഷം ഇംഗ്ലീഷിൽ കറക്റ്റായിട്ടൊന്ന് പേര് കൊടുത്തതിന് ശേഷം റീസൺ ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. പേജിൻ്റെ താഴെയായിട്ടുള്ള സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുക. വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ പേരായിരിക്കും ഇനി മുതൽ അപ്ഡേഷൻ അതായത് ആപ്ലിക്കേഷൻ അപ്രൂവൽ ആയതിനു ശേഷം റേഷൻ കാർഡിൽ വരിക. വിവരങ്ങളൊക്കെ കൃത്യമായി കൊടുത്തതിന് ശേഷം വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. ഇതിനായിട്ട് സെലക്ട് മെമ്പർ എന്നുള്ള ഓപ്ഷനിൽ ആരുടെ ഡോക്യുമെൻ്റ് ആണോ അപ്ലോഡ് ചെയ്ത് നൽകുന്നത് ആ ഒരു വ്യക്തിയുടെ പേരൊന്ന് സെലക്ട് ചെയ്ത് നൽകുക. അതിനുശേഷം കറക്റ്റായിട്ടുള്ള പ്രൂഫ് സെലക്ട് ചെയ്യുക. ബർത്ത് സർട്ടിഫിക്കറ്റ്, ഗസറ്റ് നോട്ടിഫിക്കേഷൻ, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് തുടങ്ങിയ രേഖകളൊക്കെ സൈറ്റിലേക്ക് നെയിം കറക്ഷന് ഡോക്യുമെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് നൽകാവുന്നതാണ്. ഞാനിവിടെ ആധാർ കാർഡാണ് അപ്ലോഡ് ചെയ്ത് നൽകുന്നത്. PDF ഫോർമാറ്റിൽ 100 KB കുറവായിട്ടാണ് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്.
ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെന്റ് തന്നെ അറ്റാച്ച് ചെയ്ത് നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് സൈറ്റിലേക്ക് അറ്റാച്ച് എന്നുള്ള ഓപ്ഷൻ വഴി അറ്റാച്ച് ചെയ്യുമ്പോൾ ഡോക്യുമെന്റ് അറ്റാച്ച് ആയിട്ടുണ്ടെന്നുള്ള മെസ്സേജ് വരുന്നതാണ്. ഓക്കെ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു പേജ് ക്ലോസ് ചെയ്ത് വീണ്ടും അടുത്ത ഡോക്യുമെന്റ് ഒന്നിലധികം പേരുകൾ കറക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത വ്യക്തിയുടെ പേര് ചൂസ് ചെയ്ത് വാലിഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഡോക്യുമെന്റും കൂടി അറ്റാച്ച് ചെയ്ത് നൽകേണ്ടതാണ്. പേര് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായ ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്താൽ മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ പ്രോസസ്സ് അപ്രൂവൽ ആയിട്ട് ലഭിക്കുക. ഡോക്യുമെന്റുകൾ കൃത്യമായി അറ്റാച്ച് ആയി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകേണ്ടതാണ്. ഞാനിവിടെ ഡോക്യുമെന്റുകൾ അറ്റാച്ച് ചെയ്ത് നൽകിയിട്ടുണ്ട്. അതിനുശേഷം പേജിന്റെ താഴെയായി നൽകിയിരിക്കുന്ന പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുന്നുണ്ട്. പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകുന്ന സമയത്ത് നമുക്കിതുപോലെ അപേക്ഷയുടെ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. പ്രിവ്യൂ പേജിൽ വന്നിരിക്കുന്ന വിവരങ്ങൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പേജ് ഒന്ന് ക്ലോസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വീണ്ടും പേജിൽ വന്നിട്ട് സബ്മിറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആർ യു ഷുവർ എന്നുള്ള ഓപ്ഷനിൽ എസ് എന്ന് കൊടുത്ത് വീണ്ടും ഓക്കെ എന്ന് കൊടുക്കുക. അതിനുശേഷം താഴെ നൽകിയിരിക്കുന്ന പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നേരത്തെ കാണിച്ചിരിക്കുന്ന പ്രിവ്യൂ പേജ് തന്നെയാണിത്. ഇതിൽ കാർഡ് ഉടമ സൈൻ ചെയ്ത് ഈ ഒരു ഡോക്യുമെന്റ് വീണ്ടും സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക. ഞാനിവിടെ ഈ ഒരു ഡോക്യുമെന്റ് PDF ഫോർമാറ്റിൽ സൈൻ ചെയ്തത് സൈറ്റിലേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്ത് നൽകുന്നുണ്ട്. കൃത്യമായി പ്രിന്റ് ഔട്ട് എടുത്ത് കാർഡ് ഉടമ സൈൻ ചെയ്തതിന് ശേഷം PDF ഫോർമാറ്റിൽ 100 KB കുറവായിട്ട് സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വ്യൂ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക. ഡോക്യുമെന്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആർ യു ഷുവർ ചോദിക്കുന്ന ഭാഗത്ത് യെസ് എന്ന് കൊടുക്കുക. വീണ്ടും വരുന്ന അലേർട്ട് മെസ്സേജിൽ ഓക്കെ എന്ന് കൊടുക്കുന്നതോടുകൂടി അപേക്ഷാ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതാണ്. ഇനി ഈ ഒരു അപേക്ഷയുടെ സ്റ്റാറ്റസ് നമുക്ക് ഹോം പേജിൽ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹോം പേജിൽ തന്നെ ബ്ലൂ കളറിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് റിസീവ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപേക്ഷ അപ്രൂവൽ ആയതിനു ശേഷം അപ്രൂവ്ഡ് എന്ന് സ്ക്രീനിൽ വരുന്നതാണ്. കൂടുതൽ വീഡിയോസിനായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.